എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. നന്ദിനി എന്താ? എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. നന്ദിനി എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. നന്ദിനി എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. എന്റെ എന്താ എന്താ അല്ല സാർ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് പറയാനോ, ഞാൻ ഉറങ്ങാറുന്നില്ല. അല്ല സാർ ആവർത്തിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു, അതാ ഞാൻ ചോദിച്ചേ. ഓ അതോ, അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാൻ തന്നെ കൃത്യമായിട്ട് പേര് വിളിക്കുന്നില്ല, വേറെ എന്തൊക്കെയോ പേരാ വിളിക്കുന്നത്. അവിടെ അച്ഛൻ എന്നോട് കാണാപ്പാടം പഠിക്കാൻ പോകും. കാണാപ്പാടം? യെസ്, കാണാപ്പാടം ബൈ ഹാർട്ട്. നാളെ രാവിലെ അച്ഛൻ്റെ ടെസ്റ്റ് ഉണ്ട്. അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് മറുപടി പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പഠിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി. എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. നന്ദിനി എന്റെ പേര് നന്ദിനി, അത്രമാത്രം പറഞ്ഞാ മതി. അപ്പൊ ഭാര്യ? ഞാൻ സാറിന്റെ ഭാര്യയാണോ? ഭാര്യ പോലെയല്ലേ? ഓ കറക്റ്റ് കറക്റ്റ്. അപ്പോ എന്റെ ഭാര്യയെ പോലെയുള്ള ആള് നന്ദിനി. എന്റെ ഭാര്യയെ പോലെ ഉള്ള ആള് നന്ദിനി. ഇപ്പൊ കറക്റ്റ് അല്ലേ? ഒന്ന് നിർത്താമോ സർ? മനുഷ്യൻ ഇങ്ങനെ നാണം കെടുത്തുന്നതിന്റെ ഒരു അതിര് വേണം. കിടന്നുറങ്ങാൻ നോക്ക്. എടോ, പഠിച്ചില്ലെങ്കിൽ അച്ഛൻ കുറ്റം പറയും, പഠിച്ചാൽ താൻ കുറ്റം പറയും. പക്ഷെ എനിക്ക് പഠിച്ചേ പറ്റൂ. എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. 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 നന്ദിനി. എന്റെ ഭാര്യയുടെ പേര് 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 എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. 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 എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. എന്റെ ഭാര്യയുടെ പേര് നന്ദിനി. താന്നിയൂരമ്മയുടെ പുണ്യം. അല്ലെങ്കിൽ ഇതുപോലൊരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? അതെ, നിങ്ങളെയും കൊണ്ട് നാട് മുഴുവൻ ആ വണ്ടിയിൽ ഇങ്ങനെ ചുറ്റുമ്പോൾ മരിക്കണോ ജീവിക്കണോ എന്നൊരു തോന്നൽ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാ സിമന്റ് കടക്കാരൻ അജയൻ ഈ വീടൊഴിഞ്ഞു കിടപ്പുണ്ട്, നിങ്ങൾ കയറി താമസിച്ചോ എന്ന് പറയുന്നേ. അജയന് നമ്മളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ അയാളുടെ നല്ല മനസ്സിനത് തോന്നിച്ചു. അതിനുള്ള പുണ്യം താന്നിയൂരമ്മ ആ മനുഷ്യന് കൊടുത്തോളും. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, പ്രിയങ്കമോളുടെ സ്കൂളിന് ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. അത് കുഴപ്പമില്ല അച്ഛാ, ഞാൻ സൈക്കിളിൽ പിച്ചുവിനെ സ്കൂളിലാക്കിക്കോളാം. തിരിച്ച് കോളേജിൽ നിന്ന് വരുമ്പോ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം ഇവളെ. ചേച്ചി ഒന്ന് കാണാൻ കൊതിയാവുക അച്ഛാ. ഫോൺ വിളിച്ചിട്ട് പോലും സംസാരിക്കാൻ സമ്മതിച്ചില്ല. സുദേവ, ഇവൾ ഇന്നലെ രാത്രി മുഴുവൻ ഇതേപ്പറ്റി സംസാരിക്കുകയായിരുന്നു.
അവളുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ വിഷുവാ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്ന് ചെന്ന് കാണണ്ടേ? അച്ഛന്റെ പറച്ചില് കേട്ടാലേ ചേച്ചി അവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നാണല്ലോ കരുതുക. ചേച്ചി അവിടെ പെട്ടുകിടക്കല്ലേ, ജീവിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നമ്മുടെ കടമ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അവർക്ക് രണ്ടുപേർക്കെങ്കിലും ഡ്രസ്സ് എടുക്കണം. അവളുടെ ഭർത്താവിന് ഒരു തരി പൊന്നെങ്കിലും. പൊന്നിട്ട് കൊടുക്കാനോ? എന്താ സുദേവ നീ പറയുന്നേ? ആ, ഞാനിപ്പോ വരാം. ഇതെവിടുന്നാ? അച്ഛാ, എന്റെ ഒരു കമ്മൽ ഒടിഞ്ഞ ബാഗിൽ കിടപ്പുണ്ട്. ഏകദേശം ഒരു 3 ഗ്രാം കാണും. പിന്നെ എന്റെ കയ്യിലെ ഒരു മോതിരം എടുക്കാം. എന്നിട്ട് കുറച്ച് കാശും കൂടി ചേർത്ത് ഒരു 1/2 പവന്റെ മോതിരം വാങ്ങിക്കാൻ പറ്റും. എന്നാ പിന്നെ സംശയിക്കണ്ട സുദേവ. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ദേവി അത് മാറ്റിവെപ്പിച്ചതായിരിക്കും. നമുക്കെന്നാ ചേച്ചിയെ കാണാൻ പോയാലോ മക്കളെ? ആ പോകാ അച്ഛാ. നമ്മളെവിടെ കേറ്റു അച്ഛാ? കേറ്റുവോ കേറ്റാതിരിക്കുവോ അതൊക്കെ അവരുടെ ഇഷ്ടം. നമുക്ക് നമ്മുടെ കൊച്ചിനെ ഒന്ന് കാണണ്ടേ? വെളിയിൽ നിന്നായാലും ഒന്ന് കാണണം. എന്നാ നമുക്ക് രാവിലെ തന്നെ ഒന്ന് പോണം. എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്.